നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാഞ്ചജന്യം ഭാരതം എന്ന ദേശീയ കലാ സാംസ്കാരിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദരണീയ വിനോദ് കല്ലേജിയാണ്. സ്വാഗതം വിനോദ് കല്ലേജി. നമസ്തേ. വിനോദ്ജി, 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അയോധ്യയിൽ രാമക്ഷേത്രം യാഥാർത്ഥ്യമായത്. അതുമായി ബന്ധപ്പെട്ട് വളരെ വിവാദപരമായിട്ടുള്ള വിഷയങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ആസ്പദമാക്കിയിട്ടാണ് എന്റെ ചോദ്യം. അതിന് അങ്ങയിൽ നിന്ന് ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. അതായത് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ ഉയർന്ന വിവാദങ്ങളെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? എന്താണ് അതിന് പരിഹാരം? വിവാദങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് സാമ്പത്തികമായിട്ടുണ്ടായ കാര്യങ്ങളാണോ? തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രത്യേകത ഉണ്ട് ലക്ഷ്മിജി, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. നമ്മൾ ഈ വിവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിതൊക്കെ അറിയുന്ന മാധ്യമത്തിലൂടെയാണ്. അപ്പൊ അത് ഈ ഭാരതത്തിന്റെ ആധ്യാത്മികമായ കാര്യങ്ങളെ പരാമർശിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിന് പലയിടത്തുനിന്നും ഭയങ്കര ശബ്ദങ്ങളാണ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രാപ്തമായ ആൾക്കാരാണ് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് UP-യിൽ പോയതാണ്, അയോധ്യയിൽ പോയതാണ്. നമ്മൾ പണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മിനിമം ഒരു മദ്യപാനിയെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കാണാൻ പറ്റും, നമ്മൾ ഉത്സവം നടക്കുന്നിടത്തൊക്കെ. അല്ലെ ഒരു അടിയെങ്കിലും ഒരു സീസണിൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കേരളത്തിൽ സംഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും വാർത്തയെ കാണുന്ന. പക്ഷെ നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളൊക്കെ പറയുന്ന സാധാരണഗതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ വളരെ കുറവെന്ന് പറയുന്ന നമ്മുടെ UP ഞാൻ പോയി യാത്ര ചെയ്തു. ഞങ്ങള് കുട്ടികളും എല്ലാവരുടെയും കുടുംബമായിട്ടാണ് പോയത്, ഭാര്യമാരെല്ലാവരുമായിട്ടാണ് പോയത്. ഇത്ര ഒരു കാഴ്ചകളും നമ്മളവിടെ കണ്ടില്ല. അവരിത്തിരി ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഈ പറയുന്ന ഈ ദാരിദ്ര്യം ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത സമ്പന്നതയുള്ള സ്ഥലങ്ങളിലെ ഒരു ആരാധനാലയത്തിൽ കാണാൻ വയ്യാത്ത കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഞങ്ങൾ അയോധ്യയിൽ നിന്ന് കാശിക്ക് പോയി. അവിടെ ബോട്ടയിലെ കുറേയേറെ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കയറി കണ്ടു, ആരതി കണ്ടു. രാത്രിയില്ല, സ്ത്രീകളും കുട്ടികളും ഒക്കെ രാത്രി ഒരു നല്ല സമയത്താണ് പോകുന്നത്. ഒരു കാര്യം കൂടെ കണ്ടു, സ്ത്രീകളൊക്കെ അതിമനോഹരമായി കാണാൻ ഭംഗിയുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെയൊക്കെ പുറകെ റോന്ത് ചുറ്റുന്ന ആൾക്കാരെ നമ്മൾ കണ്ടില്ല. അപ്പം ഈ എല്ലാ മനുഷ്യർക്കും അവൻ്റെതായ പക്ഷപാതിത്വമുണ്ട്. അപ്പം നമ്മൾ മാധ്യമം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പ്രതിജ്ഞയൊക്കെ ചെയ്യുന്നുണ്ടാവാം, സത്യത്തിന് നീതിക്ക് വേണ്ടി നിൽക്കുമെന്ന്. പക്ഷേ കാശ് കൊടുക്കുന്നവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കണമല്ലോ. എല്ലാത്തിനും അതിൻ്റെ വ്യവസ്ഥകളുണ്ടല്ലോ. അപ്പൊ അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് സംഭവിച്ചതെങ്കിൽ അതിനെ സൂക്ഷ്മമായി അറിയാനുള്ള സംവിധാനങ്ങളും ഭരണകർത്താക്കളും ഉള്ള സ്ഥലമാണ് ഈ സ്ഥലങ്ങൾ എന്നുള്ളൊരു ബോധ്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. വേണേ ഇത്രയും വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞെന്ന് പറയുന്ന സ്ഥലത്ത്, സാമ്പത്തികപരമായി പരാധീനത അനുഭവിക്കുന്ന സ്ഥലത്തൊക്കെ ആൾക്കാർക്ക് കൊണ്ടു നടന്ന് ചാരായൊക്കെ വിൽക്കാം. നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനെയൊക്കെ എതിർക്കുമ്പോൾ പറയാം അവരുടെ ജീവിത മാർഗമല്ലേ എന്നൊക്കെ പറയുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഈ വികസിതമല്ലെന്ന് നമ്മൾ പറയുന്ന സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഇത്തരം കാര്യങ്ങളൊന്നും കണ്ടില്ല. ഇപ്പൊ ഒരു വാർത്ത, കൊച്ചിന്റെ ഒരാളിനെ അടിച്ചു, സ്ത്രീക്ക് ഉപദ്രവം ഉണ്ടായി, ഒരു വാർത്ത വരുമ്പം കേരളത്തിലെ എല്ലാ ചാനലുകളിലും ഒരു വലിയ വാർത്തയായിട്ടാണ് നമ്മളിത് കാണുന്നത്. പക്ഷെ ഇത് നിരന്തരമായി ഒരു വാർത്തയല്ല, ഒരു ദിവസം ഒരു 10 വാർത്ത കൂടുതൽ കൊടുക്കാൻ വരുമ്പോഴും അതിൻ്റെ പേരുകൾക്കൊക്കെ വ്യത്യാസം വരുമ്പോൾ ആ വാർത്തയുടെ ആ ശക്തി കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് അയോധ്യയിൽ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരാൾ പൈസയൊക്കെ എടുത്തെന്ന് പറയുമ്പോൾ അയാൾക്ക് ഒന്ന് കഴിക്കണം. ഒരാൾക്ക് കഴിക്കാവുന്ന ആഹാരത്തിന്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. പണ്ടൊക്കെ ആണെങ്കിൽ നോട്ടായിട്ട് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെക്കായിരുന്നു. ഈ 2000-ന്റെ നോട്ടൊക്കെ ഉണ്ടായിരുന്നു. അല്ലെ മറ്റു പലതരത്തിൽ സംഭരിച്ച് വെക്കായിരുന്നു. ഇതൊന്നും പറ്റത്തില്ല. നമുക്കൊരു ലിമിറ്റഡ് കൂടുതൽ പൈസ കൊണ്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റത്തില്ല. എനിക്ക് വരുമാനം ഇല്ലെങ്കിൽ എനിക്ക് വരുമാനം ഇല്ലാത്ത ഒരു സൗധം നിർമ്മിക്കാൻ പറ്റത്തില്ല, ട്രാൻസാക്ഷൻ പറ്റത്തില്ല. ഇതെല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും.
അതിനുള്ള ആധുനിക സംവിധാനം നമ്മുടെ ഗവൺമെന്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഉള്ളിടത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ. പക്ഷെ ഈ അമിതമായ പ്രാധാന്യത്തോടു കൂടി ചില കാര്യങ്ങൾ മാധ്യമങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം, ഇപ്പൊ ഞാൻ അയോധ്യയിൽ ചെന്ന് ഞങ്ങളൊക്കെ പോയതാ, ഞാൻ പറഞ്ഞില്ല പോയായിരുന്നു. വലിയ ജനത്തിരക്ക. ഒരു ഉത്സവം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ വരുന്ന പോലെ ഒന്നുമല്ല. കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം വരുമ്പോൾ വലിയ തിരക്കാ, ഉത്സവം കഴിയുമ്പോൾ പിന്നെ ആരുമൊന്നുമില്ല. പല ബഹുരക്ഷ ക്ഷേത്രങ്ങളിലും. പക്ഷെ അയോധ്യയിൽ വലിയ ജനങ്ങളുടെ ഒഴുക്ക. അത് സാധാരണക്കാരും മുതൽ അതിസമ്പന്നന്മാർ വരെ വളരെ സിമ്പിളായിട്ടാണ് വരുന്നത്. അത്രയും ജനനിബിഡമായ സ്ഥലങ്ങളും, അതും വെറുതെ നമ്മുടെ ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അതിശയപ്പെടുത്തുന്ന ഭക്തിയാണ് അവരുടെ. ഒരു ദീപം കൊളുത്തുമ്പോൾ പോലും ഉള്ള സംഗതിയുണ്ട്. നമുക്ക് ദീപം കൊളുത്തുമ്പോഴും തീർത്ഥം കൊടുക്കുമ്പോഴൊക്കെ അത് കിണറ്റിലെ വെള്ളത്തിൽ നമ്മളിലെ പണ്ട് കുമാരനാശന്റെ കവിതയിലൊക്കെ കുടിക്കുന്ന ഒരു പ്രതീതി മാത്രമേ ഉള്ളൂ. തീർത്ഥം എന്നുള്ള അത് നമ്മൾ പറയുന്ന, അപ്പൊ ചിലർക്ക് തീർത്ഥമൊന്നുമല്ല. നമ്മൾ ശബരിമല സമയത്തൊക്കെ അത് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഇത്തരം പക്ഷപാതിത്വമായ വാർത്തകളുടെ പുറകെ നമ്മൾ സഞ്ചരിക്കണ്ട എന്നുള്ള അഭിപ്രായമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ത്യയുടെ ആൾക്കാർ, പാകിസ്ഥാൻ ആൾക്കാർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നു പറഞ്ഞ് ഞാൻ നാളെ ഇന്ത്യയുടെ അതിർത്തി പോയി എന്നത് എനിക്കെന്ത് സംഭവിക്കും? അവിടെ അതിന് കൃത്യമായ വ്യവസ്ഥകളുണ്ട്, ആൾക്കാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? അഥവാ അത് നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ അവരെ കാണിച്ചു കൊടുത്താൽ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്ത് വ്യക്തമായി കണ്ടതല്ലേ. അപ്പം കാവൽക്കാര് സമർത്ഥരാണ്, സംരക്ഷകര്, അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, രാമായണ മാസം വരുമ്പം രാമൻ ഉപയോഗിച്ച പാദരക്ഷ ഉപയോഗിച്ചു രാജ്യം ഭരിച്ച ആൾക്കാരുടെ ഭൂമിയാണത്. അപ്പൊ അവിടുത്തെ ഒരു പേരുദോഷം വരുമ്പം ആ പേരുദോഷത്തെ മാറ്റിയെടുക്കുവാൻ നമ്മുടെ ഭരണാധിപന്മാർക്ക് ശക്തിയും പ്രാണിയും പ്രാപ്തിയും ബുദ്ധിയും ആത്മീയ തേജസ്സും നേരും നെറിയും ഉണ്ട്. അപ്പൊ ഞാനെന്തിനു ആശങ്കപ്പെടുന്നു എന്നുള്ളതാണ് എൻ്റെ വളരെ ശരിയാണ്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ്. അതായത് ഈ ഈ വിവാദങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നത് അയോധ്യയെ മാത്രമല്ല, നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രിയും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകൂടത്തെയും തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ ഇത്രയധികം ഈ വാർത്ത ആഘോഷിക്കുന്നതും. ആര് തന്നെയായാലും ഇതിന് കുറ്റക്കാരായിട്ടുള്ളവർ തീർച്ചയായിട്ടും രക്ഷപ്പെടില്ല എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അങ്ങ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്രയും നേരം നമ്മളോട് സംവദിച്ചതിനും ഇത്രയും വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിനും ഒരുപാട് ഒരുപാട് നന്ദി ആദരണീയനായിട്ടുള്ള ശ്രീ വിനോദ് കല്ലേജിക്ക്. വളരെ നന്ദി. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ആൾക്കാർക്കും ഞങ്ങളുടെ പ്രത്യേക നന്ദി, നമസ്കാരം അറിയിക്കും.